കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം കായികേതര പരിപാടികൾക്ക് നൽകാൻ GCDA തീരുമാനിക്കുന്നു. അവാർഡ് ഷോകൾക്കും വലിയ പൊതുസമ്മേളനങ്ങൾക്കും സംഗീത പരിപാടികൾക്കും സ്റ്റേഡിയം വിട്ടുകൊടുക്കും. തീരുമാനം പിൻവലിക്കണമെന്ന് മുൻ GCDA അധ്യക്ഷൻ N. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പൊതുപരിപാടികൾക്ക് തുറന്നു നൽകിയാൽ സ്റ്റേഡിയം നശിച്ചു പോകുമെന്നാണ് വിമർശനം. തീരുമാനം തികച്ചും തെറ്റായൊരു തീരുമാനമാണെന്നാണ് മുൻ GCDA ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കായികേതര ആവശ്യങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. മറ്റ് GCDAയുടെ നിയന്ത്രണത്തിൽ തന്നെ കായികേതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടുകൾ വേറെയുണ്ട്. മെറൈൻ ഡ്രൈവ് ഗ്രൗണ്ടുണ്ട്, രാജേന്ദ്ര മൈതാനമുണ്ട്, അങ്ങനെയുള്ള ഗ്രൗണ്ടുകളുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ പുറത്തെ ഗ്രൗണ്ടുകളുണ്ട്. അത്തരം ഗ്രൗണ്ടുകൾ അതിനുപയോഗിക്കുകയും കായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ശരി. അതല്ലാണ്ട് മറ്റൊരു തീരുമാനവും എടുക്കാൻ പാടില്ല. എടുത്തത് തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, എന്താണ് N. വേണുഗോപാൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇക്കാര്യത്തിൽ? SKN ഗുഡ് മോർണിംഗ്. GCDAയുടെ 2024-2025 ബജറ്റിലാണ് ഈ കലൂർ സ്റ്റേഡിയം കായികേതര ആവശ്യങ്ങൾക്ക് കൂടി വിട്ടു നൽകാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പൊതുസമ്മേളനങ്ങൾ, ഗാനമേളകൾ, മ്യൂസിക് ഇവൻറ്റുകളൊപ്പം ഈ മറ്റ് പരിപാടികൾക്കെല്ലാം ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കും എന്നുള്ളൊരു തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ പിച്ചുകളൊക്കെ നശിക്കാതിരിക്കാൻ UV സ്റ്റെബിലൈസർ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു കോട്ടിംഗ് ഈ ഇവിടുത്തെ പിച്ചുകൾക്ക് നൽകുമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതിനുവേണ്ടി 8 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുമുണ്ട്. അതിന് പുറമെ വരുന്ന ചെലവ് കായിക വകുപ്പുമായി ചേർന്ന് നിന്നുകൊണ്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ തീരുമാനത്തിനെതിരെ വലിയ എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് കലൂർ സ്റ്റേഡിയം. വർഷത്തിൽ 5 മാസം മാത്രമാണ് അവിടെ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുക. ബാക്കി 5 മാസം ബാക്കി വരുന്ന മാസങ്ങളിൽ അത് വെറുതെ കിടക്കുന്നു എന്നുള്ളതാണ് GCDAയുടെ ഒരു കണ്ടെത്തൽ. ആ കാലങ്ങളിൽ ഒരു വരുമാനം എന്നുള്ള നിലയിൽ കൂടിയാണ് കായികേതര ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള തീരുമാനം. എന്തായാലും ഇതിനെതിരെ പ്രതിഷേധമുയരാനുള്ള അല്ലെങ്കിൽ തീരുമാനം പിൻവലിക്കണമെന്ന മുൻ GCDA ചെയർമാൻ അടക്കം പറയാനുള്ളൊരു കാരണം സ്റ്റേഡിയത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും ഈ തീരുമാനം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അവിടുത്തെ പിച്ചുകൾക്ക് അത് ക്ഷതം സംഭവിക്കുന്ന രീതിയിലേക്കും സ്റ്റേഡിയത്തിൻ്റെ ബലക്ഷയത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലേക്കും ഈ കായികേതര ആവശ്യങ്ങളിലേക്ക് ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കുമ്പോൾ ആ തീരുമാനം പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. മുൻകാലങ്ങളിൽ ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ സ്റ്റേഡിയം കായികേതര ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുത്തിരുന്നു. അന്ന് ഗുരുതരമായ പ്രശ്നങ്ങൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കാനായിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വിമർശനം. എന്തായാലും പല കോണുകളിൽ നിന്നും വിമർശനവും എതിർപ്പുമൊക്കെ വരുന്ന സാഹചര്യത്തിൽ GCDA ഈ തീരുമാനം പുനർവിചിന്തനം ചെയ്യുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. താങ്ക് യു അശ്വിൻ പാലാഴി.